ഒരു മലയോര പട്ടണമായ അഞ്ചലിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ദൂരത്ത് കൊട്ടാരക്കര റോഡിൽ പാലമുക്ക് എന്ന ചെറിയ ഗ്രാമത്തിലെ ഒരു വലിയ കുടുംബമാണ് പറങ്കിമാവിള എന്നത്. ഉപ്പാപ്പായും 2 ബീവിമാരും ആയി 13 കുട്ടികൾ. യാതൊരു വിഭജന വ്യത്യസ്തതകളുമില്ലാതെ 13 കുട്ടികളും വളർന്നു. ചിലർ വിദ്യാഭ്യാസം നേടി തൊഴിൽ മേഖലയിലെത്തി, ബാക്കിയുള്ളവർ ബിസിനസ്സിലേക്കും തിരിഞ്ഞു. 13 പേരും പല കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചു പാലമുക്കിലും കൊല്ലം ജില്ലയുടെ തന്നെ ചില സ്ഥലങ്ങളിലേക്കും താമസമായി. പ്രായത്തിൽ അവർക്കിടയിൽ വ്യത്യാസമുണ്ടായെങ്കിലും ബന്ധം ദൃഢമായിരുന്നു. പെരുന്നാളും ഓണവും അവർ ഒന്നിച്ചാഘോഷിച്ചു. വേനൽക്കാല സ്കൂൾ അവധികൾ അവരുടെ കുട്ടികളുടെ ഉത്സവ ദിനങ്ങളായിരുന്നു. അവർ കുട്ടികളുടെ വിവാഹം ഒരു വലിയ ആഘോഷം പോലെ ഒന്നിച്ചു കൊണ്ടാടി. ഈ കുടുംബത്തിനപ്പുറം ജാതിമത മറ്റു ചിന്തകൾക്കതീതമായി പാലമുക്കിലെ ജനങ്ങളുടെ അഭയസ്ഥാനവുമായിരുന്നു പറങ്കിമാവിള എന്നത്. സാമ്പത്തികമായ സഹായങ്ങൾക്കും അപ്പുറം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രവുമായിരുന്നു പറങ്കിമാവിള എന്ന ഈ കുടുംബം. മരണമെന്ന സത്യം രംഗബോധമില്ലാത്ത ഒരു കോമാളിയെപ്പോലെ പലവട്ടം അവരിൽ സൃഷ്ടിച്ച ശൂന്യതയിലും അവർ പതറാതെ പിടിച്ചു നിൽക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവർ 5 പേർ മാത്രം. ഇന്ന് അവരിൽ നിന്നും അടുത്ത തലമുറയിലേക്കും അതും പിന്നിട്ട് അടുത്ത 2 തലമുറകളിലേക്കും പറങ്കിമാവിള എന്ന വികാരം വളർന്നിരിക്കുന്നു. ജീവിതമെന്ന ഈ മഹാസമരത്തിന്റെ ചൂടിൽ ഈ തലമുറകൾ തമ്മിൽ തിരിച്ചറിയാനാകാതെ ലോകത്തിന്റെ എല്ലാ കോണിലേക്കും പടർന്നിരിക്കുന്നു. ഇന്ന് ഇവിടെയുള്ളവർ തമ്മിൽ പറഞ്ഞും എല്ലാം അറിഞ്ഞും പിന്നെ നിറഞ്ഞും തുടരാം. നമുക്ക് തുടരും.